പണ്ട് ക്രിക്കറ്റിലെ മൈറ്റി ഓസീസിനെ കുറിച്ച് പറയുന്ന പോലെയാണ് ഇന്ത്യൻ ഫുട്ബോളിൽ ഇപ്പം മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ കാര്യം. അന്ന് ഗിൽക്രിസ്റ്റും പോണ്ടിങ്ങും ഹെയ്ഡനും സൈമൺസും ബവനും ബ്രെറ്റ്ലിയും ഗില്ലസ്പിയും ഷെയ്ൻ വോണും എല്ലാം അടങ്ങുന്ന ഒരു ഓസ്ട്രേലിയ ഉണ്ടായിരുന്നു. പിന്നെ അതിന് മുമ്പ് വോ ബ്രദേഴ്സിന്റെ കാര്യം പറഞ്ഞാൽ അങ്ങനെ അങ്ങ് പോവും. എടുത്ത് പറയാൻ നിന്നാൽ ഓസ്ട്രേലിയൻ ടീമിലെ കൊടി കിട്ടിയ കങ്കാരുക്കളുടെ എണ്ണം അന്നത്തെ കാലത്ത് അവസാനിക്കാത്ത വിധം ഉണ്ടായിരുന്നു. ഏകദേശം അതേ ഒരു മൈറ്റി ഓസീസിന്റെ ഇന്ത്യൻ റെപ്ലിക്കയാണ് ഇവിടെ നമ്മൾ. അതേ ഓസ്ട്രേലിയൻ താരങ്ങളുടെ ബലത്തിനാണ് ഇപ്പോൾ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കുതിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിലെ പോയിന്റ് പട്ടികയിൽ 49 പോയിന്റുമായിട്ട് മറ്റാർക്കും എത്തിപ്പിടിക്കാൻ കഴിയാത്തത്ര ഉയരത്തിൽ അവർ എത്തിയിരിക്കുകയാണ്. കേവലം ഒരു പോയിന്റ് കൂടി കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ പോയിന്റിന്റെ കാര്യത്തിൽ 50 അടിക്കാൻ, അതായത് അർദ്ധ സെഞ്ചുറി പോയിന്റുകളുടെ പേരിൽ അവർക്ക് അടിച്ചെടുക്കാൻ പറ്റും എന്നുള്ളത് വളരെ നല്ല കാര്യമാണ്. ഏതായാലും ഇനി കേവലം ഒരു ജയം മാത്രം മതി മറ്റൊരുത്തൻ്റെയും റിസൾട്ടിനെ കാക്കാതെ ഇത്തവണത്തെ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ഷീൽഡ് ജേതാക്കൾ തങ്ങളാണെന്ന് പ്രഖ്യാപിക്കാൻ. ബാക്ക് ടു ബാക്ക് ഷീൽഡ് ടൈറ്റിലേക്ക് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് പ്രവേശിക്കാൻ നിൽക്കുമ്പോൾ അവർക്ക് മുന്നിൽ ഒരേ ഒരു വെല്ലുവിളി, ഒരൊറ്റ ജയം മാത്രമാണ്. അത് 23-ാം തീയതി കലിംഗയിലെ വീരന്മാർക്കെതിരെ അവർക്ക് സാധ്യമാവും എന്ന് തന്നെയാണ് അവരുറച്ച് വിശ്വസിക്കുന്നത്. മോഹൻ ബഗാൻ ക്യാമ്പിൽ ആഘോഷത്തിനുള്ള തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നെഞ്ചത്ത് കയറി വന്ന ആചാരവെടി വെച്ച് പൊട്ടിച്ച് തകർത്ത് അവർ നല്ല ഒരു ഹൈപ്പിൽ നിൽക്കുവാണ്. ഇനി കലിംഗയിലെ വീരന്മാരെ വീഴ്ത്തി കഴിഞ്ഞാൽ മറ്റൊരുത്തൻ്റെയും റിസൾട്ടിന്, ബലത്തിന് കാത്തു നിൽക്കാതെ അവർക്ക് ഇത്തവണത്തെയും ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ആ ഒരു വിജയികൾക്കുള്ള കിരീടം ചൂടാൻ കഴിയും.